കഴിഞ്ഞ ദിവസം നാടിന് നടുക്കിയ ഒരു കൊലപാതക വാർത്ത തലസ്ഥാന നഗരത്തിൽ നിന്നും ഉണ്ടായിരുന്നു. നാലാഞ്ചിറയിലെ ഭാര്യയെ ഭർത്താവ് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ ഞെട്ടലോടുകൂടിയല്ലാതെ നമുക്ക് കേൾക്കാൻ സാധിക്കുകയില്ല. മരണപ്പെട്ട ഈ യുവതിയുടെ മൃതശരീരം പള്ളിയിൽ ഖബറടക്കാൻ സമ്മതിക്കില്ല എന്നൊരു കൂട്ടം ആളുകൾ പറയുകയാണ്. അതിനൊക്കെ തന്നെ കൃത്യമായ ന്യായീകരണങ്ങളും അവർക്കുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. കുടുംബകലഹവും ഭർത്താവിന്റെ സംശയരോഗവുമാണ് ഹസീനയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മണക്കാട് സ്വദേശി ഹസീനയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഭർത്താവ് വട്ടിയൂർക്കാവ് സ്വദേശി സുരേഷിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. നാലാഞ്ചിറയിലെ വാടക വീട്ടിൽ ഇന്നലെ പുലർച്ചെ 5 മണിയോടുകൂടിയാണ് കൊലപാതകം നടന്നത്. ദമ്പതികൾക്കിടയിൽ കാലങ്ങളായി നിലനിന്നിരുന്ന കുടുംബ വഴക്കും സംശയരോഗവുമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സുരേഷും ഹസീനയും 4 മക്കളും 4 മാസം മുൻപാണ് നാലാഞ്ചിറയിലെ ഈ വാടക വീട്ടിൽ താമസം തുടങ്ങിയത്. ഈ കുടുംബത്തിന് നാട്ടുകാരുമായോ അയൽവാസികളുമായോ യാതൊരുവിധ ബന്ധവും ഉണ്ടായിരുന്നില്ല. കുറച്ചുനാൾ മുൻപ് ഹസീനയെ കാണാതായിരുന്നു. പിന്നീട് കഴിഞ്ഞ ആഴ്ചയാണ് ഇവർ തിരികെ വീട്ടിലെത്തുകയും ചെയ്തത്. ഹസീന തിരിച്ചെത്തിയതു മുതൽ ഇരുവരും തമ്മിൽ വീണ്ടും തർക്കങ്ങൾ പതിവായിരുന്നു. ബുധനാഴ്ച രാവിലെയും സുരേഷും ഹസീനയും തമ്മിൽ വഴക്കുണ്ടായി. പിന്നാലെ കത്തി ഉപയോഗിച്ച് സുരേഷ് ഹസീനയുടെ കഴുത്ത് അറക്കുകയായിരുന്നു. ശേഷം ശുചിമുറിയിൽ കൊണ്ടുപോയി കത്തി കഴുകി കാറിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു. മാതാപിതാക്കളുടെ വഴക്കിനും കൊലപാതകത്തിനും സാക്ഷികളായ 4 മക്കളും നിലവിൽ പോലീസിന്റെ സംരക്ഷണത്തിലാണ്. ഹസീനയുടെ സഹോദരൻ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് നാട്ടുകാരും പോലീസും സ്ഥലത്തെത്തിയത്. പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മലയാളി വാർത്താ സംഘം അവിടെ എത്തിയപ്പോൾ കൃത്യമായി തന്നെ അവിടെയുള്ള ചില അയൽവാസികളുടെയും സഹോദരന്റെയും കുട്ടികളുടെ അധ്യാപകരുടെയും നിന്നുമുള്ള വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അവർ പ്രതികരിക്കുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഈ വീട്ടുവഴക്കുകൾ, കുടുംബ പ്രശ്നങ്ങൾ ഒരു കൊലപാതകത്തിലേക്ക് കലാശിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അടിക്കടി ഇങ്ങനെയുള്ള ഓരോ മരണ വിവരങ്ങൾ പുറത്തു വരുന്നു, കൊല്ലത്ത് നിന്നൊക്കെ വരുന്നു. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഒരു കൊലപാതക പരമ്പര തന്നെ നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും ഓരോ മാസവും ഉണ്ടാകുന്നു എന്നതാണ് നമുക്ക് ഭയപ്പെടുത്തുന്ന കാര്യം. എന്തായാലും ഹസീനയുടെ അടുത്ത ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും അധ്യാപകരുടെയും പ്രതികരണം ഒന്ന് കേൾക്കാം. ഞങ്ങൾ ആരും മിണ്ടുകയില്ല, സഹകരിക്കുകയില്ല അവരുമായിട്ട്. അവൻ എന്താ അഴുക്ക ജാതിയാണ്. ആ ജാതിയിലുള്ളവനാണ് ഞങ്ങളെ കൊച്ചിനെ വിളിച്ചിട്ട് പോയത്. ഞങ്ങൾ അന്നോട്ട് ഞങ്ങൾ മിണ്ടൂല. പിന്നെ ഒരു മരണം വല്ലതും വന്നാൽ ഞങ്ങളായിട്ട് കയറ്റി കാണിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ അവളെ വാപ്പ മരിച്ചപ്പോഴും ഞങ്ങൾ ശാസ്താനത്തെ പള്ളിയിലാണ് കൊണ്ടുപോയത്. അവളൊക്കെ കാണിക്കേണ്ടെന്ന് പള്ളിയിൽ നിന്ന് എല്ലാവരും പറഞ്ഞു. കളിച്ചാൽ പള്ളിയിൽ എടുക്കൂല, ഞങ്ങളെ പള്ളിയിൽ എടുക്കൂല. അപ്പൊ കാണിക്കേണ്ടെന്ന് പറഞ്ഞിട്ടും പിന്നെ ഞങ്ങൾ അവരുടെ കാല് പിടിച്ച് അവളെ വാപ്പ അല്ലേ അങ്ങനെ കൊണ്ട് കാണിച്ചു. ഹസീനയുടെ ആരായിട്ട് വരും? ഞാനാ ഹസീനയുടെ വാപ്പാടെ സഹോദരി. ഈ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിലും ഇടപെട്ടിരുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങളാരും ഒന്നും ഇടപെട്ടിട്ടില്ല. അവൾ എൻ്റെ അടുത്ത് പറയുമായിരുന്നു അടിക്കുക. ഞാൻ പറഞ്ഞു, നിന്നെ കൈ കൊണ്ടടിച്ചാൽ നീ ചെലവെടുത്തടിയെന്നാണ് ഞാൻ പറയുന്നത്. അവനെ അടിച്ച് കൊല്ലുന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അവൻ എന്തായിരുന്നു ജോലി? കൊലപാതകം എല്ലാ ജോലിക്കും പോകും, നിയമിക്കാൻ പോയിട്ടുണ്ട്. ഇപ്പൊ ഫ്രിഡ്ജ് എങ്ങാണ്ട പഴയതൊക്കെ എടുത്ത് നോക്കും. പക്ഷെ അവൻ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ സംശയമാണ്. ഇവിടെ ഭയങ്കര സംശയ രോഗമാണ്. അതാണ് ഇവരുടെ ഇങ്ങനെ ആയത്. എന്താ ഈ സംശയത്തിനുള്ള പ്രധാന കാരണം? ഒരു കൊച്ചിനെ പോലും നോക്കിക്കൂടാ. അതാണ് അവന്റെ സംശയം. 4 മക്കളുണ്ട് ഇവർക്ക്. 2 പെണ്ണും. അച്ഛൻ ജയിലിൽ പോകും. ആരുമില്ല, അവരെ നോക്കാൻ ആരുമില്ല. മക്കളുടെ അവസ്ഥ എങ്ങനെയാണ്? നിങ്ങൾ ആരെങ്കിലും നമുക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. കാരണം എങ്കിൽ നമുക്കത് ജാതിയിൽ ബാധകമാവും. അവൻ മുസ്ലിം ആയിട്ടില്ല. അവള് ഞങ്ങൾ കുറെ പറഞ്ഞു മുസ്ലിം ആവാനായിട്ട്, ആയിട്ടില്ല. അപ്പൊ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റൂല. ഇപ്പൊ പള്ളിയിൽ എടുക്കൂലല്ലോ, അവളെ പള്ളിയിൽ അടക്കാൻ പറ്റൂല. ചുടുകാട്ടിലും എല്ലാം കൊണ്ടുപോകുള്ളൂ. ഈ പറയുന്നത് പോലെ മക്കളുടെ അവസ്ഥ കാണുമ്പോഴേ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. മക്കള് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മക്കളടുത്ത് സംസാരിച്ചായിരുന്നു. ഇവിടെ 2 മക്കളുണ്ട്. മൂത്ത കൊച്ചിന് മാത്രം ഞങ്ങൾ അറിയാവുള്ളൂ. അവളെ നമുക്ക് ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങൾ സഹകരിക്കാറില്ല. നമ്മളും സഹകരിക്കാറില്ല. പുള്ളി മരിച്ചതിന് ശേഷം യാതൊരു സഹകരണവും ഇല്ല. പുള്ളി ഹസീനയുടെ പിതാവ്. നമ്മുടെ അടുത്ത് സഹകരണമില്ല, നമ്മളും സഹകരിക്കാൻ പോകാറില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ ഇടപെടാൻ പോകാറില്ല. ഇവര് എങ്ങനെയാ കല്യാണം കഴിക്കുന്നത്? സ്നേഹിച്ചായിരുന്നോ? സ്നേഹിച്ച് കഴിച്ച സ്കൂളിൽ പഠിച്ചോണ്ടിരുന്നപ്പോ പോയതാണ്. ഇവള് അവനുമായിട്ട് പോയതാണ്. എത്ര കാലം മുന്നേ അവര് വിവാഹം കഴിയുന്നു? ഇങ്ങനെ പോയത് ഒരു 10-20 വർഷമെങ്കിലും കുറഞ്ഞതാകണം. ആയുർവേദ കോളേജിന്റെ അവിടെ ട്യൂട്ടോറിയലിൽ പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഉള്ള അടുപ്പമാണ്. ഇവര് അപ്പോഴേ ഇവിടെ മൺട്രോക്കോണത്ത് ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴേ പോയതാണ്.
നമ്മളോടൊപ്പം അയൽവാസി കൂടെ ചേരുന്നുണ്ട്. അമ്മ ഇവിടെ അടുത്താണല്ലോ വീട്. അമ്മ എന്തെങ്കിലും ബഹളം കേട്ടിരുന്നു? നമ്മൾ കേട്ടിട്ടില്ല. ഈ ഹസീനയെ അറിയാമോ? കണ്ടു പരിചയം? നമ്മൾ കണ്ടിട്ടുമില്ല. ഇവിടെ താമസമായിട്ട് എത്ര കാലമായി അറിയാമോ? വാടകയ്ക്ക് അതല്ലേ പറഞ്ഞ നമ്മൾ ഇങ്ങോട്ട് വരവില്ല. നമുക്ക് അതിലാണ് വീട്. തൊട്ടടുത്താണ് വീട്. തൊട്ടല്ല, അതിന്റെ അപ്പുറത്ത്. അതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ ആ സൈഡേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇങ്ങോട്ടുള്ള ഒന്നും അറിയാവത്തില്ല. പിന്നെ ഇവിടെ വന്നത് പോലും അറിഞ്ഞില്ല. വേറെ ഈ മുമ്പ് എത്തിക്കാറത്താണെന്ന് അവരെ നമുക്കറിയാം. അതിനുശേഷം പിന്നെ ഞാൻ ഇങ്ങോട്ടൊന്നും വരില്ല. ഒരു ആവശ്യമില്ലല്ലോ, അവിടെ വരില്ല. അമ്മ എപ്പോഴാ ഈ വാർത്ത അറിയുന്നത്? ഞാൻ രാവിലെയാണ് അറിഞ്ഞത്. താഴെയുള്ളവർ പയ്യ ഇതിലൂടെ പറഞ്ഞുകൊണ്ട് പോയി. കുറെ പേര് പറഞ്ഞ് 2 മക്കളാണ്. ഇപ്പം വന്നപ്പോൾ 4 മക്കളാണ്. അങ്ങനെയാണ് നമ്മൾ ഇത് അറിഞ്ഞത്. വാടകയ്ക്ക് താമസിക്കുന്നത് കൊണ്ട് തന്നെ ഇവരെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരം ഈ ചുറ്റുപാടിലുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നുള്ളതാണ്. ബന്ധുക്കളാണെങ്കിലും ഈ പറയുന്നത് പോലെ ചില പ്രശ്നങ്ങൾ, അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ബന്ധുക്കൾക്കും ഇവരെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ചിത്രമില്ല. ഈ പറയുന്നത് പോലെ കൊലപാതകിക്ക് ഭാര്യയോട് വലിയ സംശയമുണ്ടായിരുന്നു. അതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു സംശയം, അതിന്റെ ഭാഗമായിട്ട് ഒരു കൊലപാതകം നടക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ 4 കുട്ടികളാണ് അനാഥമായിരിക്കുന്നത്. ഇപ്പോൾ ഹസീനയുടെ ബന്ധുക്കളാണെങ്കിൽ അവരെ ഏറ്റെടുക്കില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ സാധ്യതയില്ല, അങ്ങനെ ഒരു സാഹചര്യം ഞങ്ങൾക്കില്ല എന്ന് പറയുന്നു. അതോടൊപ്പം ഈ പ്രതിയുടെ കുടുംബം, അവരുമായിട്ട് ബന്ധപ്പെട്ടും ഇതുവരെ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടുമില്ല. അപ്പോൾ ഈ 4 മക്കൾ ഇനി എങ്ങോട്ടാണ്? അവരെ ഇനി ആരാണ് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അമ്മ മരണപ്പെട്ടു കഴിഞ്ഞു. അച്ഛൻ ഈ പറയുന്നത് പോലെ കൊലപാതകിയായിട്ട് ജയിലിൽ കഴിയേണ്ടുന്ന അവസ്ഥ. ഇനി ആ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള ദയനീയമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ അവശേഷിക്കുന്നത്. എന്തായാലും അതിദാരുണമായിട്ടുള്ളൊരു വാർത്തയാണ് രാവിലെ തന്നെ നമ്മളെ തേടി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. നാലാഞ്ചിറയ്ക്ക് സമീപം, തിരുവനന്തപുരം നാലാഞ്ചിറയ്ക്ക് സമീപത്താണ് ഭാര്യയെ കഴുത്തറുത്തുകൊണ്ട് ഭർത്താവ് ഒളിവിൽ പോയിരിക്കുന്നത്. ഇവർ തമ്മിലുള്ള കുടുംബ വഴക്കിനെ തുടർന്ന് ഇവർ വൈകിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. അവിടെ നിന്ന് ഇനിയൊരു പ്രശ്നം ഉണ്ടാകില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ചതിന് ശേഷമാണ് അവരവിടെ നിന്ന് പിരിയുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരികെ വീട്ടിലെത്തി. വീട്ടിൽ നിന്ന് വീണ്ടും സംസാരമായി. ഏകദേശം രാവിലെയോടുകൂടെയാണ് ഹസീന ഈ അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകത്തിന് ഇരയാകേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം, ഇൻക്വസ്റ്റ് നടപടികളടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. വളരെ ദയനീയമായിട്ടുള്ള ഒരു ചോദ്യം, ആ മക്കളെ ഇനി ആര് ഏറ്റെടുക്കും എന്നുള്ളത് തന്നെയാണ്. ഇളയ 2 മക്കൾ, അവർ പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകർ ഇപ്പോൾ ഈ വീട്ടിലെത്തിയിട്ടുണ്ട്. അവരോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. മിസ്, ഈ പറയുന്നത് പോലെ മക്കൾ എപ്പോഴെങ്കിലും ഈ ഒരു വീട്ടിൽ ഇങ്ങനെ പ്രശ്നമുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും സങ്കടങ്ങൾ പറഞ്ഞിട്ടില്ല? ഒന്നും പറഞ്ഞിട്ടില്ല. നന്നായിട്ട് കുട്ടികളെ അന്വേഷിക്കുന്ന അച്ഛനാണ്. അങ്ങനെ നമുക്ക് പ്രത്യക്ഷത്തിൽ കൂടുതൽ കാര്യങ്ങളൊന്നും, കുടുംബകാര്യങ്ങളൊന്നും അറിയില്ല. കുട്ടികളെ നന്നായിട്ട് സംരക്ഷിക്കുന്ന അച്ഛൻ തന്നെയായിരുന്നു. പിന്നെ അമ്മയും അങ്ങനെ സ്കൂളിലൊന്നും വരാറില്ല. നമ്മൾ ഫോൺ വഴിയുള്ള കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ടീച്ചേഴ്സ് വിളിക്കാറുണ്ട്. അപ്പോൾ ഇവര് പുതിയതായിട്ട് ഇങ്ങോട്ട് സ്കൂളിന് അടുത്തായിരുന്നു ആദ്യം താമസിക്കുന്നത്. ഇപ്പം 4 മാസമായിട്ട് ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണെന്ന് പറഞ്ഞു.